Auditorium, 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 auditorium. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يعش لم يكن لا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ ഉസ്താദുമാരെ, മറ്റു സദസ്സിൽ ധന്യമാക്കിയ എൻ്റെ പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ പറയുന്നത് സ്വഹാബത്തിൻ്റെ പ്രണയം. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടാകും, മറിച്ച് നമുക്കും നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകും. അത് നമ്മുടെ ക്ലാസ്സിലെ കൂട്ടുകാരനോടാവട്ടെ മറ്റാരോടാകട്ടെ നമുക്കെല്ലാവരോടും സ്നേഹമുണ്ടാകും. പക്ഷെ അങ്ങനത്തെ സ്നേഹമായിരുന്നില്ല അവിടുത്തെ സ്വഹാബത്തിന് നബിയോടുണ്ടായിരുന്നത്. ഇദ്ദഅതുകും അന്നകും മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാദമുണ്ടാകും, ഞാനൊരു ഹബീബിന്റെ ഉമ്മത്താണ്. ആ ഉമ്മത്തായതുകൊണ്ട് എന്നെ ഒരിക്കലും നിങ്ങൾ കൈവിടില്ല. എങ്കിൽ വതറക്തും സുന്നത്താ, നിങ്ങൾ ആ ഹബീബിന്റെ സുന്നത്തിനെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ടല്ലേ നിങ്ങൾ ഹബീബിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദുആഇ നീ സ്വീകരിക്കണേ, എൻ്റെ പ്രയാസങ്ങളെ നീ നീക്കണേ, എൻ്റെ ബുദ്ധിമുട്ടുകളെ നീ ദൂരീകരിച്ച് തരണേ. പിന്നെ എങ്ങനെയാണ് ഇത്രയുമെല്ലാം സുന്നത്തിനെ ചവിട്ടി നീക്കിയിട്ട്, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെയെല്ലാം ചവിട്ടി നീക്കിയിട്ട് എങ്ങനെയാണ് അള്ളാഹു നിങ്ങളുടെ ദുആഇനെ സ്വീകരിക്കുക? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ടായിരുന്നു. മകന്റെ പേരെന്താണെന്നറിയോ? മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ പിൻപറ്റിയവൻ. ഒരു വഴിയിലൂടെ ഇങ്ങനെ തന്റെ ശിഷ്യന്മാരോടുകൂടെ മഹാനായ ഇബ്നു ഉമർ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് ഒരു വഴിമധ്യേ മഹാനായ ഇബ്നു ഉമർ തല താഴ്ത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് തൻ്റെ ബാക്കിലുണ്ടായിരുന്ന അനുയായികൾ ചോദിക്കുകയാണ്, യാ ഇബ്നു ഉമർ, ഓ ഇബ്നു ഉമറേ, എന്തിനാണ് നിങ്ങൾ അവിടെ മാത്രം തല താഴ്ത്തി നടന്നത്? അപ്പൊ മഹാനായ ഇബ്നു ഉമർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടി ഉണ്ട്, എന്താണെന്ന് നിങ്ങൾ കേൾക്കണേ. ഞാനും നബി തങ്ങളും ഈ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നബി തങ്ങൾ അവിടെ തല താഴ്ത്തി നടന്നിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഞാൻ ഇതിലൂടെ തല താഴ്ത്തി നടന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, അവരുടെ സ്നേഹമൊക്കെ എത്രയാണ്. അവർ നബി തങ്ങൾ അന്ന് ചെയ്തത് കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടോ? നബി തങ്ങൾ ആ വഴിയിലൂടെ നടന്നതിൻ്റെ പേരിലാണ് ഇബ്നു ഉമർ തങ്ങൾ ആ ഒരു കാര്യം ചെയ്തത്. ഒരു ദിവസം മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്.
ആകെ അവശനായിട്ടുണ്ട്. ശരീരമെല്ലാം മെലിഞ്ഞ് അസ്ഥികളെല്ലാം കാണുന്ന രൂപത്തിൽ ഇങ്ങനെ സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. നബി തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ രോഗിയാണോ? അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ രോഗത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ അവിടുന്ന് പറഞ്ഞ മറുപടിയുണ്ട്, ഞാനെങ്കി എന്നും സുബഹി നിസ്കരിക്കാനും അതുപോലെ 5 വക്ത് നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു മൂലയിൽ നിന്ന് ഹബീബിനെ ഞാനങ്ങ് ദർശിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് വൈമധ്യ എനിക്ക് ഓർമ്മ വരുന്നത് അത് ഹബീബിന്റെ പൂമുഖമാണ്. ആ ഹബീബിന്റെ പൂമുഖം കാണാൻ നാം വൈമധ്യ വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ഞാൻ ഹബീബിനെ കാണും. അങ്ങനെ ഞാൻ പിന്നെ ആലോചിച്ച് നോക്കുന്നത്, ഞാനങ്ങ് ഈ സമയം മരണപ്പെട്ടാൽ ഞാനങ്ങ് ഹബീബിനെ കാണുമോ? എൻ്റെ ഹബീബിന്റെ പൊന്നാര മുഖമെന്ന് ദർശിക്കുമോ? അഥവാ ദർശിത്താൽ തന്നെ ഹബീബായ തങ്ങളെ ദർജ എത്രയാണ്? ഞാൻ എൻ്റെ ദർജ നോക്കുകയാണെങ്കിൽ ഞാൻ എത്രയോ താഴെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയോ താഴെ ദർജയുള്ള ഹബീബ, എത്രയോ താഴെ ദർജയിലുള്ള ഞാൻ എങ്ങനെയാണ് മുകളിലുള്ള ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുക? അത് ആലോചിച്ച് കൊണ്ടാണ് എൻ്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോയതെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫലം യസിദ് അലൈഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നബി തങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, സ്വഹാബത്തിന്റെ പ്രണയം എത്രയായിരുന്നു, സ്വഹാബത്തിന്റെ പ്രണയം എത്രയായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തൻ്റെ തോട്ടത്തിലേക്ക് ഈത്തപ്പഴം പറിക്കാൻ പോകുന്ന സമയമാണ്. അങ്ങനെ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ സൈദ് തങ്ങൾ മരത്തിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് തൻ്റെ പൊന്നാര മകന് വന്നിട്ട് പറഞ്ഞു, ഖദ് തുവഫിയ റസൂലുള്ളാഹ്, ഓ വാപ്പയെ, ഹബീബ് തങ്ങൾ അങ്ങ് മരിച്ചിരിക്കുന്നു. ഒട്ടും താമസിച്ചില്ല, മരത്തിന്റെ മുകളിൽ നിന്ന് വല്ല അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി. എന്നിട്ട് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ അദ്ഹിബി ബസരി ഹത്താ ലാ ഹറാബിൽ ഹബീബി അദൂ. ഹബീബില്ലാതെ എന്തിനാണ് എൻ്റെ കണ്ണ്? ഹബീബില്ലാത്ത കണ്ണെന്തിനാണ് എനിക്ക്? ഹബീബിനെ ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ കണ്ണ്? എൻ്റെ കണ്ണിനെ നീ നഷ്ടപ്പെടുത്തിക്കോ. ഹബീബായ തങ്ങളെ മരിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് എനിക്ക് കണ്ണുള്ളത്? നാം മനസ്സിലാക്കണം ഇവിടുത്തെ സ്നേഹം. ആ സ്നേഹം നമ്മൾ പിൻപറ്റാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.